യഥാർത്ഥത്തിൽ നാടകം എന്ന് പറയുന്നത് മനുഷ്യൻ്റെോട് ചേർന്ന് നിൽക്കുന്ന ഒരു കലയാണ്, മനുഷ്യപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കലയാണ്. അപ്പം ഞങ്ങൾ കുട്ടികളിലേക്ക് എയിം ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു മനുഷ്യനാവുക, ഏറ്റവും നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആവുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ തിയേറ്റർ ഗെയിംസിലൂടെയും പലതരത്തിലുള്ള കളികളിലൂടെയും നാടകത്തിലൂടെയും ഒക്കെ ഒരു കുട്ടിയെ ഏറ്റവും നല്ല മനുഷ്യനാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മികച്ച അഭിനേതാക്കളെ ഒരുക്കുക, അതിലുപരി കുട്ടികളെ മികച്ച വ്യക്തികളാക്കുക. പന്നിയങ്കരയിലെ ശോഭ അക്കാദമി നടത്തുന്ന നാടക പരിശീലനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്. നിറയെ ഇമോഷൻസ് ചേർന്ന ഒരു സംഗതിയാണ് നമ്മുടെ ശരീരം. അപ്പോൾ കുട്ടികൾക്കത് എക്സ്പ്രസ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം വേണം. ആ പ്ലാറ്റ്ഫോം തിയേറ്ററിലൂടെ വരാൻ പറ്റും, അവർക്കെല്ലാം ഇമോട്ട് ചെയ്യാൻ പറ്റും, അവരെ എൻറിച്ച് ചെയ്യാൻ പറ്റും. അതിനെക്കൊണ്ടാണ് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ കരിക്കുലമിൽ വി ഹാവ് തിയേറ്റർ ആസ് എ പീരിയഡ്. അതുകൂടാതെ ഈ സമ്മർ ക്യാമ്പിൽ കുറച്ചും കൂടെ എൻറിച്ച്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമ്മർ ക്യാമ്പ് വെച്ചിരിക്കുന്നത്. ഈ ഡ്രാമയാണല്ലോ പിന്നീട് സിനിമയെ രൂപാന്തരപ്പെട്ടത്. അപ്പോൾ ഈ ഡ്രാമയിലൂടെ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു സിനിമയിലേക്ക് ചാൻസ് കിട്ടിയാൽ, ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ചാൻസ് കിട്ടിയാൽ അത് വളരെ നന്നായെന്ന് ഞാൻ വിചാരിക്കുന്നു. കുട്ടികളോടൊപ്പം കളിക്കാനും കുറേ പുതിയ ഫ്രണ്ട്സിനെ കിട്ടുകയും ചെയ്യും. നമുക്ക് നാടകം പഠിക്കാനും പറ്റും. നാടകം നല്ല രസമാണ്. നമ്മൾ വേറൊരു ക്യാരക്ടറായി നമ്മൾ തന്നെ അഭിനയിക്കുമ്പോൾ അതൊക്കെ നല്ല രസമാണ് കാണാൻ. നാടിൻ്റെ അകം നാടകമെന്നാണ്. ഈ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഓരോ നാടകത്തിലും ഈ നാടിൻ്റെ അംശമുണ്ട്. ലഹരിയുടെ വിപത്ത് മുതൽ കുട്ടികൾ ഓരോ ദിവസവും നേരിടുന്ന പ്രശ്നങ്ങൾ വരെ ഈ നാടകങ്ങൾ പറയുന്നു. മൽഗോഷി മോഹനൊപ്പം ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.